അമ്മ സംഘടനയിലെ ഇപ്പോഴത്തെ പ്രധാന വിഷയങ്ങൾ: അച്ചടക്ക നടപടികളും ആഭ്യന്തര തർക്കങ്ങളും. ഇപ്പോൾ അമ്മയെ ഏറ്റവും ഉലയ്ക്കുന്ന വിഷയം അംഗങ്ങൾ തമ്മിലുള്ള പരസ്യപ്പോരാണ്. നടി അൻസിബ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ള ഭാരവാഹികൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ചത് വലിയ വിവാദമായി. അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും സമയപരിധി കഴിഞ്ഞിട്ടും മറുപടി നൽകിയില്ല. അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം നേരത്തെ രാജിവെച്ചിരുന്നു. ടിനി ടോം, ജോയ് മാത്യു, ലക്ഷ്മിപ്രിയ എന്നിവർക്കും പരസ്യ പ്രതികരണങ്ങളുടെ പേരിൽ നോട്ടീസ് നൽകി. അൻസിബയുടെ നിലപാട് ഗുരുതര അച്ചടക്ക ലംഘനമായി കണ്ട് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്ത് നടപടിയിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. സംഘടനയെ അപകീർത്തിപ്പെടുത്തിയെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ വാദിക്കുന്നു. നേതൃത്വത്തിനെതിരെ രാജി ആവശ്യം, ആഭ്യന്തര തർക്കങ്ങളും ഭരണപരാജയവും ചൂണ്ടിക്കാട്ടി നടി മാല പാർവതി നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഉടൻ രാജി ആവശ്യപ്പെട്ട് തുറന്ന കത്ത് നൽകി. സംഘടന അഭൂതപൂർവമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അവർ കത്തിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനുകരണങ്ങൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും സിനിമാ സെറ്റുകളിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികൾ ഫലപ്രദമല്ലെന്ന വിമർശനം തുടരുന്നു. ലൈംഗിക പീഡനം, കരാർ ലംഘനം എന്നിവ കൈകാര്യം ചെയ്യാൻ ജുഡീഷ്യൽ അധികാരമുള്ള ട്രിബ്യൂണൽ നിർബന്ധിത രേഖാമൂലമുള്ള കരാറുകൾ തീരുമാനമെടുക്കുന്ന സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം തുടങ്ങിയ ശുപാർശകൾ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. റിപ്പോർട്ടിലെ പേരുകൾ മറച്ചുവെച്ചതും സുതാര്യതയില്ലായ്മയും ഇപ്പോഴും ചർച്ചയാകുന്നു. ഈ തർക്ക വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ അമ്മ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ അടുത്തിടെ ചേർന്നിരുന്നു. അൻസിബയുടെ അച്ചടക്ക ലംഘനം അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ, ആഭ്യന്തര കലഹങ്ങൾ, നേതൃത്വ പ്രതിസന്ധി, ഹേമ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതിലെ വീഴ്ച എന്നിവയാണ് ഇപ്പോൾ അമ്മ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ.